ഈ പറയുന്ന ഈ കട്ടളകളിലെ സ്വർണം കാണാതായ സംഭവത്തില് അന്നത്തെ ദേവസ്വം ബോർഡിനെ പൂർണ്ണമായിട്ടും പ്രതി ചേർത്തിട്ടുണ്ട്. അത് ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു പ്രസിഡന്റും 2 അംഗങ്ങളുമാണ്, 3 പേരാണ് മൊത്തത്തിലുള്ളത്. ആ 2019 ദേവസ്വം ബോർഡിനെ CPM-കാരാണ്. CPM-ഉം ഒരാളെ CPI ഇവിടെ ഒരു അംഗവും. അപ്പൊ അവരെ പ്രതി ചേർത്തിട്ടുണ്ട്. പക്ഷേ മറ്റേ കേസിൽ ഇവരെ പ്രതി ചേർത്തിട്ടുമില്ല. ഈ പറയുന്ന ദ്വാരപാലക ശില്പങ്ങളിൽ ഇതിലെല്ലാം ആ സമയത്താണ് ഇത് നടക്കുന്നത്. അത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. അവിടെ എന്തെങ്കിലും അട്ടിമറി നടക്കുമോ എന്ന സംശയം ഇതിനടക്കം ഉയർന്നിട്ടുണ്ട് ഈ FIR-മായി ബന്ധപ്പെട്ട് വന്നതിന് ശേഷം. അതിനിടയ്ക്ക് ഈ വിഷയത്തിലേക്ക് ഇനി ED ഇറങ്ങി വരികയാണ്, ഈ അന്വേഷണത്തിലേക്ക് ED കൈകടത്തിക്കൊണ്ട് വരികയാണ്. അവിടെ ഒരു സംശയം പൊതുജനങ്ങൾക്ക് ഉയരുന്നുണ്ട്. കാരണം സ്വാഭാവികമായിട്ടും കേരളവുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരത്തിലുള്ള ED കേസെടുത്തിട്ടുള്ള സംഭവങ്ങളിലൊക്കെ തന്നെ നമുക്കതിന്റെ ഫലം എന്താണെന്ന് നമുക്കറിയാം. ഒരുപാട് കേസുകളുണ്ട്. സ്വർണ്ണ വിവാദവുമായിട്ട് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസുകളാകട്ടെ, കരുവന്നൂരിലെ കേസാകട്ടെ, പറയുന്ന BJP നേതാക്കൾ പ്രതികളായിട്ടുള്ള കേസുകളാകട്ടെ, അവിടെ ഒക്കെ തന്നെ സാബു ജേക്കബ് മുൻപൊരിക്കൽ ഒരു ഭീഷണി ഉയർത്തിയത് ഓർമ്മയുണ്ടോ? അപ്പൊ അതിൽ പിണറായി വിജയന്റെ നാവടഞ്ഞു പോയായിരുന്നു അന്ന് സാബു ജേക്കബിന്റെ ഭീഷണിയിൽ. അതും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. മറ്റൊരു കാര്യം, ഇപ്പൊ ഈ ദ്വാരപാലകന്റെ സ്വർണം, പൂശിയിരുന്ന സ്വർണം, ഇതിന്റെ എല്ലാം അവിടെ നിൽക്കട്ടെ, അവിടെ ഇരുന്ന 2 പീഠം കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നും ആ പീഠം കണ്ടെത്തി. ശബരിമലയിൽ ഇരിക്കേണ്ട ആ പീഠം എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ